ഹായ് ഫ്രണ്ട്സ്, ഇന്ന് റോഷിൻ എഴുതിയിരിക്കുന്നതിൻ്റെ പേരിലേക്ക് കിടക്കാം. മാഡം, എൻ്റെ പേര് റോഷിൻ. എനിക്കിപ്പോൾ 26 വയസ്സുണ്ട്. മാഡം, ഏകദേശം 3-4 വർഷത്തിന് മുമ്പാണ് എൻ്റെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ സംഭവിച്ചത്. അതിന് കാരണം എൻ്റെ തൊട്ടയൽവക്കത്തെ ചേട്ടൻ ഒരു വിവാഹം കഴിച്ചതാണ്. അങ്ങേര് കല്യാണം കഴിച്ചാൽ അങ്ങേരുടെ ജീവിതം അല്ലേ മാറി മറിയുക? നിൻ്റെ ജീവിതം എങ്ങനെയാണ് മാറി മറിയുക എന്ന് ചിലപ്പോൾ മാഡം ചോദിച്ചേക്കാം. അതിൻ്റെ ഉത്തരം ഞാൻ പറയാം. എൻ്റെ അപ്പുറത്തെ വീട്ടിലെ ചേട്ടന് പണ്ട് തൊട്ടേ ഷുഗറിൻ്റെ അസുഖമുള്ള ആളാണ്. കണ്ടാലും ഇത്തിരി ക്ഷീണഭാവം പറയും. പക്ഷേ വിദേശത്ത് പോകാൻ വേണ്ടി ട്രൈ ചെയ്യുന്ന കൂട്ടത്തിലാണ്. നാട്ടിൽ ചില ജോലികളൊക്കെ ഉണ്ടായിരുന്നു. നല്ല പണമുള്ള ഫാമിലി ആയതുകൊണ്ട് എങ്ങനെയെങ്കിലും യൂറോപ്യൻ കൺട്രീസിൽ പോയി സെറ്റിലാകണമെന്നാണ് പുള്ളിയുടെ ആഗ്രഹം. അതിനുവേണ്ടി ട്രൈ ചെയ്യുകയായിരുന്നു. പക്ഷേ കുറച്ച് താമസിച്ചാണ് അതൊക്കെ നടന്നത്. അവിടെ പോയിട്ട് വന്നപ്പോഴേക്കും ഷുഗറിൻ്റെ കോംപ്ലിക്കേഷൻസ് ഒക്കെ ആയി. എങ്കിലും അതുവരെ കല്യാണം കഴിച്ചിട്ടില്ലല്ലോ, കല്യാണം കഴിക്കണം. അപ്പോൾ വിദേശ രാജ്യത്ത് സെറ്റിലല്ലേ, ഒത്തിരി പെണ്ണുങ്ങളെ നോക്കി. അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ പുള്ളിയുടെ കല്യാണം ഉറപ്പിച്ചെന്ന് കേട്ടു. ഞങ്ങളെല്ലാവരും ആ കല്യാണത്തിന് പോയിരുന്നു. കല്യാണ പെണ്ണിനെ കണ്ട് ഞങ്ങൾ ഞെട്ടിപ്പോയി. വളരെ ചെറുപ്പക്കാരിയും അതീവ സുന്ദരിയുമായ ഒരു ചേച്ചി. അയാളും ഇവരും തമ്മിൽ യാതൊരു രീതിയിലുള്ള മാറ്റമില്ല. ഒരു സുന്ദരി പെണ്ണും ഇങ്ങനെയൊരാളെ കല്യാണം കഴിക്കില്ല. പക്ഷേ വിദേശ രാജ്യത്തേക്കാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ആ സ്ത്രീ കല്യാണം കഴിക്കാൻ തയ്യാറായതെന്ന് എനിക്ക് മനസ്സിലായി. എന്തായാലും അയാൾ വന്ന് കുറച്ചു നാൾ മാത്രമേ അവിടെ നിന്നുള്ളൂ. അത് കഴിഞ്ഞ ശേഷം തിരിച്ച് ആ രാജ്യത്തേക്ക് പോയി. പക്ഷേ ആ ചേച്ചി അവിടെ ഉണ്ടായിരുന്നു. ആ ചേച്ചിയും എൻ്റെ അമ്മയും കൂടെ വലിയ കൂട്ടാണ്. എൻ്റെ അച്ഛൻ ഗൾഫിലാണ്. എൻ്റെ ചേച്ചി കല്യാണം കഴിഞ്ഞ് പോയതുമാണ്. അപ്പോൾ അമ്മയ്ക്ക് സമയം ഇഷ്ടം പോലെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ആ ചേച്ചി അമ്മയും കൂടെയാണ് കൂടുതൽ നേരം സംസാരിക്കുക. അവിടുത്തെ അമ്മായിമ്മയ്ക്ക് ഒട്ടും വയ്യ. പുള്ളിക്കാരി റെസ്റ്റിലാണ്. അതുകൊണ്ട് 2 പെണ്ണുങ്ങൾക്കും ഇഷ്ടംപോലെ സമയമുണ്ട്. മണിക്കൂറുകളോളം 2 പേരും കൂടെ സംസാരിക്കും. ഇവർ സംസാരിക്കുന്ന പല വിഷയങ്ങളും ഞാൻ കേട്ടിട്ടുണ്ട്. എൻ്റെ അമ്മയും ചില്ലറക്കാരിയല്ലെന്ന് എനിക്കറിയാം. ഇത്തിരി വിഷയങ്ങൾ വേണമെങ്കിലും അവർ സംസാരിക്കും. അതൊക്കെയാണ് പെണ്ണുങ്ങൾ കൂടിക്കഴിഞ്ഞാൽ. എന്നിട്ടോ ഭാവവും പെരുമാറ്റവും കണ്ടു കഴിഞ്ഞാലോ ഒരിക്കലും അവർ ഇത്തരം കാര്യങ്ങൾ കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ല എന്ന മട്ടിലായിരിക്കും. എന്തായാലും ഞാനതിനിടയ്ക്ക് പോകാറില്ല. അമ്മ എന്നെ ആട്ടിപ്പായ്ക്കും. ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോൾ ഒരു ദിവസം ആ ചേച്ചിയുടെ അമ്മായിയമ്മയെ വന്ന് അവിടുത്തെ നാത്തൂൻ കൊണ്ടുപോയി. അവർക്ക് തീരെ വയ്യ. ചേച്ചി തനിയായ വീട്ടിൽ തന്നെ താമസിക്കാൻ നിനക്ക് പ്രശ്നമുണ്ടേ മോളേന്ന് എൻ്റെ അമ്മ ആ ചേച്ചിയോട് ചോദിക്കുന്ന കേട്ടു. അപ്പോൾ ചേച്ചി പറഞ്ഞു, എനിക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷേ മഴയും ഇടിയുമുള്ള രാത്രി എനിക്ക് ഭയങ്കര പേടിയാണ്. രാത്രി കിടന്നുറങ്ങാൻ നേരത്ത് ഇടിയുണ്ടെങ്കിൽ എൻ്റെ പൊന്നു ചേച്ചി എനിക്ക് കിടന്നുറങ്ങാൻ പറ്റില്ല. ഭയങ്കര പേടിയാണ്. അത് മാത്രമേ ഉള്ളൂ. ഇടിയില്ലാത്ത ദിവസമാണെങ്കിൽ ഞാൻ കിടന്നുറങ്ങുമെന്ന്. അത് കേട്ട് അമ്മയെ ഞാൻ പൊട്ടിച്ചിരിച്ചു. അമ്മ പറഞ്ഞു, ഇടിയും മഴയൊക്കെ എപ്പോഴാണ് വരുന്നതെന്ന് പറയാൻ പറ്റില്ലല്ലോ. ഒരു കാര്യം ചെയ്യ്, നീ ഇടിയും മഴയുള്ള രാത്രി ഇങ്ങോട്ട് വിളിച്ചാൽ മതി, ഞാൻ വന്ന് കിടക്കാമെന്ന് പറഞ്ഞു. ചേച്ചി വന്നാൽ മതി ചേച്ചി, എനിക്ക് സന്തോഷം എന്ന് പറഞ്ഞ് ആ ചേച്ചി പോകുന്നത് കണ്ടു. അപ്പോൾ അമ്മ എന്നോട് വന്ന് പറഞ്ഞു, എടാ ഇടി മഴയുള്ള ദിവസങ്ങളിൽ ഞാൻ പോയില്ലെങ്കിലും നീ ഒന്ന് പോയി കിടക്കണമെന്ന്. അയ്യോ അമ്മേ, അവരുടെ വീട്ടിൽ ഞാനെങ്ങനെ പോയി കിടക്കുന്നത്? അമ്മ പറഞ്ഞു, നീ അങ്ങനെ പേടിക്കൊന്നും വേണ്ട. നീ അത്ര വലിയ ചെറുക്കനൊന്നും ആയിട്ടില്ല. പ്രായപൂർത്തിയായെന്ന് വെച്ചിട്ട് നിന്നെ പേടിക്കാനുള്ള പരുവൊന്നും ആയിട്ടില്ല. അയ്യോ, എന്നെ പേടിക്കുന്ന കാര്യമല്ല പറഞ്ഞത്. എനിക്ക് പേടിയാ നാട്ടുകാരെ വല്ലതും പറയുമെന്ന്. പിന്നെ നാട്ടുകാരൻ, ഇവിടെ നമ്മളും അവരും തമ്മിലുള്ള ബന്ധം നമ്മളങ്ങ് മെയിൻറ്റെയിൻ ചെയ്താൽ മതി. നാട്ടുകാർ പറഞ്ഞതൊക്കെ അവിടെ കിടക്കട്ടെ. നീ ഒരു കാര്യം ചെയ്യണം. അവൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവളുടെ കൂടെ ഇനി പോകണം. അവളുടെ ഭർത്താവ് ഉടനെയെങ്ങും വരികയില്ല. ഇവളെ അങ്ങോട്ട് കൊണ്ടുപോകാനായിരുന്നു അവൻ്റെ പ്ലാൻ. പക്ഷേ എന്തോ ഡോക്യുമെൻ്റ് മറ്റോ കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും അത് ശരിയാകുന്നില്ല. ഉടനെയെങ്ങും അവളുടെ പോക്ക് നടക്കും തോന്നില്ല. അവൾ ഇവിടെ ഭർത്താവില്ലാതെ തനിയെ ജീവിക്കേണ്ടി വരും. പിന്നെ നിന്നോട് അമ്മയാണെങ്കിൽ ഞാൻ ഒരു കാര്യം പറയാം. അവളുടെ ഭർത്താവ് അവന് അസുഖമൊക്കെ വന്നിട്ട് ഒട്ടും വയ്യാത്തൊരവസ്ഥയിലാണ്. ചെറുപ്പത്തിലെ പ്രശ്നക്കാരാണെന്ന് നിനക്കറിയാമല്ലോ. അതുകൊണ്ട് തന്നെ നല്ലൊരു ഭർത്താവിനെയല്ല അവൾക്ക് കിട്ടിയിരിക്കുന്നത്. തൽക്കാലം അവളെ നമ്മളാണ് സഹായിക്കേണ്ടത്. നമ്മളുമായിട്ടല്ലേ അവൾക്ക് ഏറ്റവും ബന്ധം കൂടുതൽ. അതുകൊണ്ട് അവളുടെ കൂടെ നീ ചെന്നൈയിലോ മറ്റോ പോകേണ്ടി വരും. അതെന്തിനമ്മേ ചെന്നൈ പോകുന്നേ? അത് അവൾക്ക് വിദേശത്ത് പോകുന്ന എന്തോ കാര്യങ്ങളോ എന്തോ ആവശ്യമൊക്കെ ഉണ്ട്. അതുകൊണ്ട് അവൾ വിളിക്കുമ്പോൾ നീ പോകണം. ചോദ്യം പറിച്ചിട്ടൊന്നും വേണ്ട. നിൻ്റെ സ്വന്തക്കാരിയെന്ന് വിചാരിച്ച് നീ അങ്ങ് സഹായിക്കണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്നാലും ഞങ്ങൾ തമ്മിൽ അധിക പ്രായവ്യത്യാസമൊന്നുമില്ലല്ലോ. പിന്നെ ശരിയാ, ചില സമയത്ത് ഞാൻ ഓർക്കാറുണ്ട്, നിങ്ങൾ 2 പേരും തമ്മിൽ നല്ല ജോഡികളാണ്. അവൾക്ക് കല്യാണമൊന്നും ആയില്ല. നിന്നേക്കാൾ ഇളയതായിരുന്നെങ്കിൽ
നിന്നെക്കൊണ്ട് തന്നെ ഞാൻ കല്യാണം കഴിപ്പിച്ചേനെയും അത്ര നല്ല കൊച്ചാണ്. പക്ഷേ ഈ കളവൻ്റെ കൂടെ അവൾ വന്ന് പെട്ടല്ലോ എന്ന് അമ്മയും പറഞ്ഞു. എന്തായാലും അമ്മയ്ക്ക് എന്നെ അവിടെ പറഞ്ഞു വിടാൻ ഒരു മടിയുമുള്ളതുപോലെ എനിക്ക് ആ സമയത്ത് തോന്നിയില്ല. അമ്മ ചിലപ്പോഴൊക്കെ വിചിത്ര സ്വഭാവക്കാരിയാണ്. അങ്ങനെ ഒരു ദിവസം വൈകുന്നേരമായി കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര ഇടിയും മഴയും. ഉടനെ തന്നെ അമ്മയ്ക്ക് ഫോൺ വന്നു. അമ്മ പറഞ്ഞു, എടാ ഇത്രയും നേരത്തെ എനിക്ക് പോയി കിടക്കാൻ പറ്റില്ല, ഒരു കാര്യം ചെയ്യേ, നീ അങ്ങ് പോ, രാത്രി ആകുമ്പോഴേക്കും ഞാൻ വരണമെന്നുണ്ടെങ്കിൽ ഞാൻ വരാം, അല്ലെങ്കിൽ നീ എവിടെ നിന്ന് കിടക്ക് എന്ന് പറഞ്ഞ് എന്നെ നിർബന്ധിച്ച് പറഞ്ഞു വിട്ടു. എനിക്കാണെങ്കിൽ വലിയൊരു പേടിയും ചമ്മലുമൊക്കെ. ആ ചേച്ചിയുടെ വീട്ടിൽ പോയി ഞാനിങ്ങനെ കിടക്കും. അവർ എന്നേക്കാൾ കൂടി വന്നാൽ ഒരു 4 വയസ്സിന് മൂത്താണ്, അത്രയേ ഉള്ളൂ. അത് വലിയ പ്രായവ്യത്യാസമൊന്നും അല്ലല്ലോ. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ആഹാ മോനാണോ വന്നത് എന്ന് പറഞ്ഞ് എന്നെ റിസീവ് ചെയ്തു. ചേച്ചി എന്താ വരാഞ്ഞത്? അമ്മ പറഞ്ഞു ഞാൻ വന്ന് കിടന്നാൽ മതിയെന്ന്. ആ ഞാൻ പറഞ്ഞിരുന്നു ചേച്ചി അല്ലെങ്കിൽ മോനായാലും മതിയെന്ന്. നീ കഴിച്ചോന്ന് ചോദിച്ചു. അല്ല ചേച്ചി, ഇപ്പം 7:30 ആയിട്ടുള്ളൂ, ഞങ്ങൾ 9 മണിക്കാണ് കഴിക്കുന്നതെന്ന്. ആഹാ ഇന്നവിടെ എന്താ? എനിക്കറിയില്ല ചേച്ചി, നിനക്ക് രാത്രി എന്ത് കഴിക്കാനാണ് ഇഷ്ടം? ഞാൻ പറഞ്ഞു ഇന്ന് കഞ്ഞിയും പയറും കിട്ടിയേ കൊള്ളാമെന്നുണ്ടെന്ന് പറഞ്ഞു. ആഹാ കഞ്ഞിയും പയറുമോ? ഞാൻ ഇപ്പോൾ ഉണ്ടാക്കിത്തരാം. പക്ഷെ ഒരു കാര്യമുണ്ട്, എൻ്റെ അടുത്ത് തന്നെ നിൽക്കണം. ഇടിവെട്ടുന്നത് എനിക്ക് ഭയങ്കര പേടിയാ. ആരെങ്കിലും അടുത്ത് വേണമെന്ന്. ഞാൻ ചേച്ചിയുടെ അടുത്തന്നെ നിന്നു. ചേച്ചി കഞ്ഞിയും പയറ് തോരനും ചമ്മന്തി പപ്പടവും അച്ചാറും ഒക്കെ എനിക്ക് ഉണ്ടാക്കി തന്നു. ചേച്ചിയും അതാണ് കുടിച്ചത്. എന്നിട്ട് എന്നോട് പറഞ്ഞു ഇനിയിപ്പം നമുക്ക് പോയി കിടക്കാം. ഞാൻ ചോദിച്ചു ഏത് റൂമിലാണ് ഞാൻ കിടക്കേണ്ടത്? ഏത് റൂമിലോ? നീ എൻ്റെ റൂമിൽ തന്നെ കിടന്നാൽ മതി. രാത്രിയിലത്തെ ഇടിയും മഴയും ഒക്കെ എനിക്ക് പേടിയാ. എൻ്റെ റൂമിൽ തന്നെ നീ കിടക്കണം, എൻ്റെ കട്ടിലിന്. ഞാൻ പറഞ്ഞു ചേച്ചി അതൊക്കെ പ്രശ്നമാകില്ലേ? എനിക്ക് പ്രശ്നമൊന്നുമില്ല, നിനക്കതിന് പ്രശ്നമുണ്ടോ? ഇങ്ങോട്ട് വാടാ എന്ന് പറഞ്ഞിട്ട് എന്നെ ചേച്ചി റൂമിലേക്ക് കൊണ്ടുപോയി. ദേ ഈ കട്ടിലിൻ്റെ അടുത്ത് എന്നോട് ചേർന്ന് തന്നെ കിടന്നു. ഒരു പ്രശ്നവുമില്ല, ഒന്നും സംഭവിക്കില്ല. എനിക്കാണെങ്കിൽ നല്ല കൺട്രോളുള്ള സ്ത്രീയാണ്, അതുകൊണ്ട് ഒരു പ്രശ്നവുമില്ല. നിനക്ക് വല്ല പേടിയുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ കണ്ണിറക്കി കാണിച്ചു ഒരു പേടിയില്ലെന്ന്. വാ ഇങ്ങോട്ട് എന്ന് പറഞ്ഞ് ഞങ്ങൾ ഒന്നിച്ചാണ് ആ കട്ടിൽ കിടന്നത്. ചേച്ചിയാണെങ്കിൽ ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞ കഥകളൊക്കെ പറഞ്ഞു. മോനെ എടാ ശരിക്കും ഇല്ലേ, എനിക്ക് വേറെ ആളുമായിട്ട് പ്രേമമുണ്ടായിരുന്നു. ഞാൻ ചോദിച്ചു എന്നിട്ടെന്താ അങ്ങനെ കല്യാണം കഴിക്കാതിരുന്നത്? അത് പിന്നെ ഞങ്ങൾ കറങ്ങിയൊക്കെ നടന്നതേ ഉള്ളൂ. സീരിയസ് ആയിട്ട് കല്യാണമൊക്കെ വേണം എന്നുള്ള രീതിയിലായപ്പോഴേക്കും എൻ്റെ വീട്ടിൽ അത് സമ്മതിക്കില്ലെന്നായി. പെട്ടെന്നാണ് ഇങ്ങയുടെ ആലോചന വന്നത്. ഞാൻ വിദേശത്തെത്തി രക്ഷയോടെന്ന് വിചാരിച്ച് അവർ പെട്ടെന്ന് തന്നെ എൻ്റെ കല്യാണം അങ്ങ് നടത്തി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ചേട്ടനെ ചേച്ചി ചീറ്റ് ചെയ്തല്ലേ? ആ തേപ്പായിരുന്നു ചേച്ചിയുടെ പരിപാടി. അല്ലടാ തേപ്പെന്ന് പറയാൻ പറ്റില്ല, എനിക്കാണെങ്കിൽ ഒന്നും റെസ്പോണ്ട് ചെയ്യാൻ പറ്റില്ല. അതിനു മുമ്പ് തന്നെ എൻ്റെ വീട്ടുകാർ എന്നെ തടങ്കലിലായ പോലെ കല്യാണം കഴിപ്പിക്കുകയായിരുന്നു. എന്നാലും ചേച്ചി കാണിച്ചത് ശരിയായില്ല. ആ ആളുടെ ഫോട്ടോ വല്ലതുമുണ്ടെന്ന് ചോദിച്ചു. ചേച്ചി അപ്പോൾ അതീവ സുന്ദരനായ ഒരാളുടെ ഫോട്ടോ കാണിച്ചു. ചേച്ചിയുടെ സ്വന്തം ഭർത്താവിൻ്റെ ഫോട്ടോ ഒന്ന് കാണിച്ച്. നിനക്കറിയില്ലേ നിൻ്റെ തൊട്ടടുത്ത വീട്ടിലെ ചേട്ടനെ? അല്ല ഒന്ന് കാണിക്കൂ. അപ്പം സ്വന്തം ഭർത്താവിൻ്റെ ഫോട്ടോ ഒന്ന് കാണിച്ചു. നിങ്ങളുടെ കണ്ണിലെന്താ കുരുവായിരുന്നു ചേച്ചി എന്ന് ഞാൻ ചോദിച്ചു. അപ്പോഴേക്കും ചേച്ചി പൊട്ടിച്ചിരിച്ചു. എടാ നിനക്കൊന്നും അറിയില്ല, സ്ത്രീകൾ വീട്ടുകാർ പറയുന്ന പോലെയാണ് കൂടുതൽ പ്രവർത്തിക്കുക. അവർക്കതേ പറ്റുകയുള്ളൂ. കാമുകരുണ്ടെന്ന് വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും? പക്ഷേ ഭർത്താവാണെങ്കിൽ ചിലപ്പോൾ അവർക്ക് സ്വാതന്ത്ര്യം കൊടുത്താൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയേക്കും. എന്നാലും വിവാഹത്തിന് മുമ്പ് സ്ത്രീക്ക് ഫാമിലി പറയുന്ന പല നിയന്ത്രണങ്ങളുമുണ്ട്. അതിൽ പെട്ടുപോയ ഒരാളാണ് ഞാൻ. ഇങ്ങനെ കല്യാണം കഴിച്ചു, പക്ഷേ മോനെ ഷുഗറുണ്ട്. അതുകൊണ്ട് തന്നെ സ്ത്രീ എന്നുള്ള നിലയിൽ എൻ്റെ ജീവിതം പരിതാപകരമാണ്. അപ്പോൾ പുള്ളി ചേച്ചിയോട് ഒട്ടും സ്നേഹമില്ലെന്നാണോ? ഓ സ്നേഹമൊക്കെ ഉണ്ടടാ, പക്ഷേ ഒരു കടത്തുതോണി കൊണ്ട് തുഴഞ്ഞ് അക്കരെ എത്താൻ പറ്റാത്തവന് എന്തിനാടാ കടത്തുതോണിയും ജീവിതവുമൊക്കെ? അതുകൊണ്ട് അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്നെ അങ്ങോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ്. മനഃപൂർവ്വം ഞാൻ ഓരോ ഡോക്യുമെൻറ്റ്സിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അങ്ങനെയാണ് എൻ്റെ ജീവിതം മുന്നോട്ട് പോകുന്നത്. എനിക്ക് അയാളുടെ കൂടെ പോയി വിദേശത്ത് താമസിക്കാൻ ഒട്ടും ആഗ്രഹമില്ല. അതെന്താ ചേച്ചി, എല്ലാവർക്കും റഷ്യയിലോ അല്ലെങ്കിൽ അതുപോലുള്ള യൂറോപ്യൻ കൺട്രീസിലൊക്കെ പോയി താമസിക്കാൻ വലിയ ഇഷ്ടമാണല്ലോ. എൻ്റെ പൊന്നു മോനെ, എനിക്ക് നാട്ടിൽ നിന്നാൽ മതി. അങ്ങനെയോടെ പോകണമെന്ന് എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് മാക്സിമം ഞാൻ ഉഴപ്പും, മാക്സിമം നാട്ടിൽ നിൽക്കാൻ പറ്റുന്ന പോലെ ചെയ്യും. ചേച്ചി വല്ലാത്ത കളത്തരങ്ങളൊക്കെയാണല്ലോ കാണിക്കുന്നത്. ശരിക്കും ആ രാജ്യത്ത് പോയി കുറേ നാൾ താമസിച്ചു കഴിഞ്ഞാൽ അവിടെ പെർമനൻറ്റ് റെസിഡൻസി കിട്ടത്തില്ലേ? അപ്പോൾ ചേച്ചിക്ക് ആ രാജ്യത്തെ പൗരത്വം കിട്ടില്ലേ? അവിടെ ജീവിക്കരുതോ എന്ന് ചോദിച്ചു. ഓ എനിക്ക് നമ്മുടെ പൗരത്വം മാത്രം മതി മോനെ, എനിക്ക് വലിയ രാജ്യങ്ങളൊന്നും പോകണമെന്ന് ആഗ്രഹമില്ല. ഇന്ത്യയേക്കാൾ മനോഹരമായ വലിയ രാജ്യമൊന്നുമില്ല.
പണമൊന്നും എനിക്ക് വേണ്ട, അങ്ങയുടെ പണവും വേണ്ട, അവിടുത്തെ ആൾക്കാരെ വേണ്ട, എനിക്ക് ഇവിടെ നിന്ന് നമ്മുടെ മലയാളികളെ കാണുന്ന ഇഷ്ടം എന്ന് പറഞ്ഞ് ചേച്ചി എൻ്റെ മൂക്കിൽ നിന്ന് തൊട്ടു. ആ സമയത്താണ് വലിയൊരു ഇടിയും മിന്നൽ വന്നത്. ചേച്ചി ഉടനെ തന്നെ അയ്യോ എന്ന് പറഞ്ഞ് എന്നെ ചേർത്ത് പിടിച്ചു. എൻ്റെ പൊന്നു മോനെ, ഞാൻ ഇങ്ങനെ തന്നെ കിടന്നോളാം, കാര്യം ഇനി ഇടവെട്ടും, അതുകൊണ്ട് നീ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കിടക്കണ്ട എന്ന് പറഞ്ഞു. ചേച്ചിക്ക് ഒരു പ്രത്യേക സൗരഭമാണ്. അതുമാത്രമല്ല, ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു അനുഭവം. ആ അനുഭവം ഏതൊരാണിനെയും മാറ്റിമറിക്കുമല്ലോ. അവരുടെ കഥകളും മുഖാമുഖമുള്ള പല സംസാരങ്ങളും ചിരിയും ലാസ്യവദനവും ഒക്കെ കണ്ട് എൻ്റെ മനസ്സിൽ ശരിക്കും പല ഓളങ്ങളും ഉണ്ടായി. ഇതിനിടയ്ക്ക് ഒരിടവിട്ട് കഴിഞ്ഞപ്പോഴേക്കും ചേച്ചി പെട്ടെന്ന് അയ്യോ എന്ന് പറഞ്ഞ് പിന്നെയും ചേർത്ത് പിടിച്ചു. ആ സമയത്ത് ഇടിവെട്ടിക്കഴിഞ്ഞ് എല്ലാം ഒന്ന് ശാന്തമായപ്പോൾ ചേച്ചി പറഞ്ഞു, എന്തോ ഒന്ന് കിടക്കയിൽ കൊണ്ടു കയറുന്നു എന്ന്. ഞാൻ ചോദിച്ചു, എന്താ ചേച്ചി, വല്ല പിന്നോ സേഫ്റ്റി പിന്നെ വല്ലതും ആണെന്ന്. പോടാ, കുത്തിക്കയറുന്ന സേഫ്റ്റി പിന്നൊന്നുമല്ല, ഇതിപ്പോൾ വലിയൊരു കാളയുടെ കൊമ്പ് വെച്ച് കുത്തുന്ന പോലെ എനിക്ക് തോന്നുന്നു എന്ന് പറഞ്ഞു. അയ്യോ, ഇവിടെ ഏത് കാള വരാനാ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ചേച്ചി പറഞ്ഞു, ഇവിടെ അല്ലേ ഒരു കാള കിടക്കുന്നത്, വലിയൊരു അമ്പലക്കാള. വളഞ്ഞ കൊമ്പാണോ നേരെയുള്ള കൊമ്പാണോ എന്ന് നോക്കിയാൽ മാത്രമേ അറിയൂന്ന് ചേച്ചി പറഞ്ഞു. അപ്പോഴാണ് ചേച്ചി അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ആന്തരാർത്ഥം എനിക്ക് മനസ്സിലായത്. പക്ഷേ ഞാനൊന്നും മിണ്ടിയില്ല. ചേച്ചി പറഞ്ഞു, ശരി, നിന്നെ ഞാൻ പരിഭ്രമിപ്പിക്കുന്നില്ല, കാര്യം കൺട്രോളുള്ള സ്ത്രീയാണെന്ന് ഞാൻ പറഞ്ഞു പോയി. എൻ്റെ കൺട്രോൾ ചിലപ്പോൾ തെറ്റിപ്പോയേക്കും. അതിന് വേറൊരവസരമുണ്ട്. നമ്മൾ അടുത്ത ആഴ്ച ചെന്നൈ പോവുകയാണെന്നും. അയ്യോ ചേച്ചി, എന്തിനാ ചെന്നൈ പോകുന്നത്? അതൊക്കെ ഭർത്താവിനെ ബോധിപ്പിക്കാൻ വേണ്ടിയാണ്. എങ്കിൽ പിന്നെ ഇഷ്ടമല്ലെങ്കിൽ ചേച്ചിക്ക് അയാളെ അങ്ങ് ഉപേക്ഷിച്ചുകൂടെ? അത് പറ്റില്ലടാ. സ്വാഭാവികമായിട്ട് എന്തെങ്കിലും പ്രശ്നം വന്ന് അയാൾ തന്നെ എന്നെ ഉപേക്ഷിക്കുന്നതാണ് നല്ലത്. അല്ലാതെ ഞാൻ എടുത്തു ചാടിക്കഴിഞ്ഞാൽ എൻ്റെ വീട്ടിലേക്ക് പോലും എനിക്ക് തിരിച്ചു പോകാൻ പറ്റില്ല. എൻ്റെ പഴയ കാമുകനാണെങ്കിൽ എന്നെ തേപ്പുകാരിയെന്ന് കരുതി കാണും. അയാളുടെ അടുത്തേക്ക് തിരിച്ചു തരാനും പറ്റില്ല. ചേച്ചി അയാളെ തിരക്കിയിട്ടുണ്ടോ? ഓ, ഞാൻ തിരക്കൊന്നും പോയിട്ടില്ല. അങ്ങേരും വേറെ എവിടെയോ പോയി. പക്ഷേ ഞാൻ എപ്പോഴും ഓർക്കൂടാ, അങ്ങേരുടെ ഒരു ഛായ നിനക്കുണ്ട്. എവിടേക്കോ നോക്കിക്കഴിയുമ്പോഴേക്കും നിൻ്റെ ഒരു ഛായ എനിക്ക് തോന്നുകയാണ്. എവിടെയാണ് ചേച്ചി അങ്ങനെ നോക്കിയത്? ഒന്ന് പോടാ, നീ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലായി. ഇതിനു മുമ്പ് ഞങ്ങളുടെ പ്രണയം നല്ല പ്രണയമായിരുന്നു. പക്ഷേ എന്ന് വെച്ചിട്ട് ഒരരുകുലത്തും ഞങ്ങൾ കാണിച്ചിട്ടില്ല. ഞാൻ കന്നി പെണ്ണായിട്ടാണ് കതിർ മണ്ഡപത്തിൽ കയറിയത്. എന്നിട്ട് അത് കഴിഞ്ഞപ്പോൾ കന്നി പോയി ചിങ്ങം വന്നോ ചേച്ചി എന്ന് ചോദിച്ചപ്പോൾ ചേച്ചി പറഞ്ഞു, ചിങ്ങവും വന്നില്ല, തുലാവും വന്നില്ല, ഒന്നും വന്നില്ല, വെറും ഇടിയും മഴയും മാത്രം. പക്ഷേ പെയ്തു തോർന്നില്ല മോനെ, ഞാനിപ്പോഴും കന്നിപ്പെണ്ണാണ്. ചേച്ചി എന്തായി പറഞ്ഞത്? അതേടാ മോനെ, എൻ്റെ ജീവിതം ഞാൻ കാണിച്ച ചില പിടിവാശികൾ കൊണ്ട് ഇവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. ചേച്ചി എൻ്റെ പിടിവാശി കാണിച്ചു? അല്ല, എൻ്റെ പഴയ കാമുകൻ ഒത്തിരി വട്ടം പറഞ്ഞിട്ടുണ്ട് എവിടെങ്കിലും ഒന്ന് പോകാമെന്ന്. അല്ലെങ്കിൽ എന്നോട് പറഞ്ഞിട്ടുണ്ട്, നീ എന്നെ ഒന്ന് ശ്രദ്ധിക്കൂ, പല കാര്യങ്ങളൊന്ന് മനസ്സിലാക്കൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അന്നൊക്കെ എനിക്കവനെ പുച്ഛമായിരുന്നു. ഞാൻ പറയും, ആവശ്യമില്ലാത്ത കാര്യത്തിന് എന്നെ വിളിക്കരുത്, വലിച്ചിഴക്കരുത്, എനിക്കൊന്നും കാണണ്ട, ഒന്നും അനുഭവിക്കേണ്ടെന്ന്. പക്ഷേ എല്ലാം ഒരു മരീചിക പോലെയായി. അന്ന് എന്തെങ്കിലും നടന്നെങ്കിലും ഉണ്ടായിരുന്നു. ഇപ്പം ദേ ഒന്നുമില്ല. ചേച്ചി ഭർത്താവിൻ്റെ കൂടെ ചേച്ചി വിദേശ രാജ്യത്തേക്ക് പോകൂ. അവിടെ ചെന്ന് കഴിയുമ്പോഴേക്കും എല്ലാം ഓക്കെ ആകും. അവിടെയാണെങ്കിൽ ഷുഗർ ഒരു കാര്യമാണോ? എന്തെല്ലാം മരുന്നുകളുണ്ട്, അത്യാധുനിക ചികിത്സയും. പിന്നെ പുള്ളിയെ കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ലല്ലോ. മോനെ, കണ്ടാലുള്ള പ്രശ്നമല്ല, കൊണ്ടാലുള്ളത്. നീ എങ്ങും കാലെടുത്ത് വെച്ചിട്ടില്ല. ചേച്ചിയും എങ്ങും കാലെടുത്ത് വെച്ചിട്ടില്ലല്ലോ. കാര്യം ചേച്ചി പറഞ്ഞത് ചേച്ചി ഇപ്പോഴും കന്നിയാണ്, തുലാമും വൃശ്ചികവും ഒന്നും ആയിട്ടില്ലെന്നാണല്ലോ. ആ, അത് കറക്റ്റാണ്. എങ്കിലും പുരുഷനും സ്ത്രീയും തമ്മിലുള്ള അടുപ്പം എനിക്കറിയാമല്ലോ. അതിൽ പ്രത്യേകിച്ച് ഒരു മേഖല താണ്ടിപ്പോയില്ല എന്ന് മാത്രമല്ലേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ കന്നിയും ചിങ്ങവും ഒക്കെ ആണെന്ന്. പക്ഷേ ഭർത്താവുമായിട്ടൊത്ത് ഒന്നിച്ച് ജീവിച്ചില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്. പക്ഷേ സംഭവബഹുലമല്ലായിരുന്നു. സ്ത്രീക്ക് വേണ്ടത് സംഭവബഹുലമായ കാര്യങ്ങളാണ്. ഇതൊക്കെ നീ എന്ന് പഠിച്ചെടുക്കാനാണ്? എന്തായാലും ഇന്ന് അവധിയുണ്ട്. പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം, എൻ്റെ കാമുകനെ പോലെ സാമ്യമുള്ള ഒരാളാണ് നീ. അതുകൊണ്ട് ചെന്നൈ പോയി കഴിയുമ്പോഴേക്കും അവിടെ തീർച്ചയായിട്ടും നമ്മളുടെ ലീലാവിലാസങ്ങൾ അരങ്ങഴിയുന്ന ദിവസമായിരിക്കും. അതുകൊണ്ട് ഇപ്പോഴേ നീ പ്രിപ്പയർ ചെയ്ത് വരാൻ. എന്താ ചേച്ചി ഞാൻ പ്രിപ്പയർ ചെയ്യേണ്ടത് ഞാൻ പറയാം. കാടും പടലുമെല്ലാം ചെത്തി വൃത്തിയാക്കി മുറ്റമൊരുക്കുക. ഞാൻ പറഞ്ഞു, അത് ഓൾറെഡി എല്ലാ മുറ്റവും ഒരുക്കി വെച്ചിരിക്കുകയാണെന്ന്.
ആഹാ, അപ്പോൾ നിനക്ക് ആരോ ഉണ്ട്, നിനക്ക് എത്ര കാമുകിമാരുണ്ടടാ? ഞാൻ പറഞ്ഞു എനിക്കൊരു കാമുകിയുമില്ല. പിന്നെ നീ എന്തിനാണ് ഇത്രയും ഒരുക്കം നടത്തുന്നത്? അങ്ങനെയല്ല, പണ്ടേ ഉള്ള ശീലമാണ്. അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട്. 13ാമത്തെ വയസ്സിൽ തന്നെ അമ്മ എല്ലാം എനിക്ക് ഉപദേശിച്ചു തന്നെന്ന് പറഞ്ഞു. അപ്പോൾ ചേച്ചി പറഞ്ഞു, നിന്റെ അമ്മ ഒരു സൂപ്പർ സ്ത്രീയാണ്. പുള്ളിക്കാരിക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റും. നിനക്ക് ഒരു കാര്യം അറിയാമോന്നറിയില്ല. നിന്റെ അമ്മ തന്നെയാണ് പറഞ്ഞത് നിന്നെ ഇവിടെ കൂട്ടി വിളിച്ചോളാൻ. ഞാൻ നിൻ്റെ അമ്മയോട് പറഞ്ഞു, അത് വേണ്ട ചേച്ചി, അവന് പ്രായപൂർത്തിയായതല്ലേ. എൻ്റെ പഴയ കാമുകൻ്റെ ഛായയുമുണ്ട്. വന്നു കഴിഞ്ഞാൽ അരുതാത്തതെന്തെങ്കിലും സംഭവിച്ചാലോ എന്ന്. അപ്പോൾ നിൻ്റെ അമ്മയാണ് പറഞ്ഞത്, അരുതാത്തത് സംഭവിച്ചാലും ഒരു പ്രശ്നവുമില്ല, പക്ഷേ നീ എൻ്റെ കൊച്ചു ചെറുക്കനെ പ്രശ്നത്തിലാക്കാതിരുന്നാൽ മതി. അല്ലാതെ നോക്കി കഴിയുമ്പോഴേക്കും നിങ്ങൾ തമ്മിൽ നന്നായി യോജിച്ചു പോകുന്നതിൽ എനിക്ക് ഒരു പ്രശ്നവുമില്ലെന്ന് എൻ്റെ അമ്മ അങ്ങനെ പറഞ്ഞു. ചേച്ചി പറഞ്ഞടാ, അമ്മ കണ്ണടച്ച് എന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ്. എന്ത് വേണമെങ്കിലും നമുക്കാകാം എന്നുള്ള രീതിയിലാണ്. എന്നെ അത്രയ്ക്ക് വിശ്വാസമാണ്, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നിന്നെ ഞാൻ ടെൻഷൻ അടുപ്പിക്കുന്നില്ല. ചെന്നൈ പോകുമ്പോഴായിരിക്കും നമ്മളുടെ ആദ്യത്തെ സംവത്സരം തുടങ്ങുക എന്ന് ചേച്ചി എന്നോട് പറഞ്ഞു. പക്ഷെ ചേച്ചി, എനിക്ക് ഒന്നും അറിയില്ലെന്ന് പറഞ്ഞപ്പോൾ ചേച്ചി പറഞ്ഞു, എടാ തറ പറ പന, ഇത് നിനക്കറിയാമോ എന്ന് പറഞ്ഞതുപോലെയുള്ളൂ. എല്ലാം നമുക്കൊന്നിച്ച് തുടങ്ങാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി ട്രെയിനിൽ പോകുമ്പോഴാണ് ചേച്ചി എന്നോട്, ഇത് മധുവിധു കാലമാണെന്ന് വിചാരിച്ച് നീ പെരുമാറണമെന്ന്. അതെന്താ ചേച്ചി? ഓ, അവനൊന്നും അറിയില്ല. നമ്മൾ രണ്ടുപേരും കൂടെ കല്യാണം കഴിഞ്ഞു. എന്നിട്ട് മധുവിധുവിന് വേണ്ടി ഒരു ടൂറ്, അതിന് ട്രെയിനിൽ പോവുകയാണ്. അതുപോലെ നീ എന്നോട് പെരുമാറണം. എന്നെ എടിയെന്ന് വിളിക്കാവൂ, ചേച്ചിന്ന് വിളിക്കരുത്, അല്ലെങ്കിൽ എൻ്റെ പേര് വിളിക്കണം. എന്നിട്ട് എന്നോട് ആജ്ഞാപിക്കണം, എടി ചായ ഒഴിച്ചതാ, എടി ഇങ്ങോട്ട് വന്നിരിക്കെ എന്നൊക്കെ. ഞാൻ പറഞ്ഞു, ചേച്ചി എങ്ങനെ പറയുക? ആ, പറഞ്ഞൊന്ന് ആക്കൊണ്ട് പറയണം എന്ന് പറഞ്ഞ് ചേച്ചി ചെന്നൈയിൽ പോയ ആ സമയത്തെല്ലാം എന്നെ എടി എന്നാണ് വിളിപ്പിച്ചത്. പിന്നെ അവിടെ ചെന്ന് ഞങ്ങൾ റൂം എടുത്ത് കഴിഞ്ഞപ്പോഴേക്ക് ചേച്ചി പറഞ്ഞു, ഞാൻ ദേ നിൻ്റെ ഭാര്യയായിട്ട് ആക്ട് ചെയ്യാൻ പോവുകയാണ്. എൻ്റെ ഭർത്താവായിട്ട് നീയും ആക്ട് ചെയ്യണം. ഇതാണ് ശാന്തി മുഹൂർത്തം എന്ന് പറഞ്ഞ് ചേച്ചിയാണ് പെട്ടെന്ന് തന്നെ ഒരു വന്യതയോടുകൂടി എന്നെ സമീപിച്ചത്. ചേച്ചി എന്ന് ഞാൻ വിളിച്ചപ്പോൾ, മിണ്ടരുത്, എല്ലാം എനിക്കറിയാം. ഞാനും വീഡിയോ കണ്ടിട്ടുണ്ട്, നീയും വീഡിയോ കണ്ടിട്ടുണ്ട്. എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ കൊന്നു ചെന്ന് കുളത്തിൽ വീഴുമ്പോൾ എല്ലാം ശരിയാകും ചേച്ചി പറഞ്ഞു. എനിക്കൊന്നും മനസ്സിലായില്ല. അപ്പോൾ ചേച്ചിനോട് പറഞ്ഞു, ഇപ്പോൾ മനസ്സിലാകുമെന്ന് പറഞ്ഞ് ചേച്ചി പെട്ടെന്ന് തന്നെയായിരുന്നു ആക്ഷനിലേക്ക് കടന്നത്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് കുന്നെങ്ങനെയാണ് ചെന്ന് കുളത്തിൽ വീഴുക എന്നുള്ളത്. കുളത്തിലെ അലയൊളികൾ ഇപ്പോഴെങ്ങും നിലയ്ക്കില്ലെന്ന് എനിക്ക് തോന്നിപ്പോയി. ഈ കുളവും കലക്കി നിറഞ്ഞു കവിഞ്ഞൊഴുകി കാട്ടാറുമായി ചേർന്ന് ഒത്തിരി ദൂരം മുന്നോട്ട് പോകേണ്ടതുണ്ട്. അപ്പോൾ നിലയ്ക്കാത്ത പ്രവാഹമായിരിക്കും ജീവിതമെന്ന് എനിക്ക് തോന്നിപ്പോയി. ചെന്നൈയിൽ നിന്ന് ഞങ്ങൾ വന്നത് അക്ഷരാർത്ഥത്തിൽ ഭാര്യ ഭർത്താക്കന്മാരായിട്ടാണ്. ചേച്ചി എന്നോട് പറഞ്ഞു, നിന്നെ ഒരിക്കലും ഞാൻ കൈവിടില്ല, നീയും എന്നെ കൈവിടരുത്. നീ കല്യാണം കഴിച്ചു, അതിലൊന്നും ഞാൻ ഇടപെടില്ല. ഞാൻ ഒരിക്കലും എൻ്റെ ഭർത്താവിൻ്റെ കൂടെ വിദേശത്ത് പോകില്ല. ഇവിടെ തന്നെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാക്കി അതെല്ലാം തടസ്സപ്പെടുത്തി നിൽക്കും. പ്ലീസ് എന്നെ നീ വിട്ടുകളയില്ലല്ലോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഒരിക്കലുമില്ലെന്ന്. എൻ്റെ അമ്മയ്ക്ക് ഇതൊക്കെ അറിയാമെന്ന് തോന്നുന്നു. മാക്സിമം എൻ്റെ അമ്മ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ പോയി നീ അവൾക്ക് കൂട്ടിയിരിക്കൂ, കൂടെ പോകൂ എന്നൊക്കെ പറഞ്ഞ്. സത്യം പറഞ്ഞാൽ എൻ്റെ അമ്മയുടെ കണ്ണടച്ച സഹായം കൊണ്ടാണ് ഞങ്ങൾ ഇതുവരെയും സൂപ്പറായിട്ട് പോകുന്നത്. പക്ഷേ അച്ഛന് വന്നു കഴിഞ്ഞപ്പോഴേക്കും, ഈ അടുത്ത കാലത്ത് എനിക്കൊരു ജോലി കിട്ടിക്കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ മുറപ്പെണ്ണിനെ കല്യാണം കഴിച്ചേ പറ്റൂ എന്ന് വാശി. അങ്ങനെ എൻ്റെ കല്യാണം കഴിഞ്ഞു മാഡം. ഇപ്പോൾ 3 മാസമായി. വൈഫുമായി പൊരുത്തപ്പെട്ടു പോകേണ്ടത് എങ്ങനെയാണെന്ന് ചേച്ചി എന്നെ പറഞ്ഞു പഠിപ്പിച്ചിരുന്നു. വിവാഹ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്, അവൾക്ക് വേണ്ട സ്ഥാനം കൊടുക്കണം. പക്ഷേ ആഴ്ചയിലൊരിക്കൽ ഞാൻ നനച്ചു വിരിക്കും, ആ സിഗ്നൽ കണ്ട് നീ വരണമെന്ന് പറഞ്ഞു. ചുവന്ന സംഗതികളാണ് നനച്ചു വിരിക്കുന്നതെങ്കിൽ അന്ന് വരരുത്. അല്ലാതെ ഗ്രീൻ സിഗ്നലോ മറ്റോ ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നീലയാണെങ്കിലും വരണമെന്ന്. അപ്പോൾ 1-2 നീല സംഗതികൾ അവിടെ വിരിക്കുന്നത് ചേച്ചി എനിക്ക് തരുന്നൊരു സിഗ്നലാണ്. പക്ഷേ എന്ന് വെച്ചിട്ട് അങ്ങനെയൊന്നും അല്ലേ. അല്ലാതെ തന്നെ ചേച്ചിയോട് പറയും, മോനെ ഇന്ന് റെഡിയാണോ എന്ന് ചോദിച്ച് മെസ്സേജ് അയക്കും, അല്ലെങ്കിൽ റെഡിയാണോ എന്ന് പറയും. അപ്പോൾ എനിക്ക് റിസ്ക് എടുക്കേണ്ടി വരും. ഞാൻ ശരിക്കും ജോലി ചെയ്യുന്ന കമ്പനിയിൽ ചിലപ്പോഴൊക്കെ നൈറ്റ് ഡ്യൂട്ടിയുമുണ്ട്. എനിക്കില്ലെങ്കിലും ഞാൻ നൈറ്റ് ഡ്യൂട്ടി ഉണ്ടെന്ന് പറയും. ചേച്ചി എനിക്ക് സിഗ്നൽ തരുന്നതിൻ്റെ അന്നാണ് എൻ്റെ നൈറ്റ് ഡ്യൂട്ടി. ആക്ച്വലി എനിക്ക് നൈറ്റ് ഡ്യൂട്ടി ഇല്ല, പക്ഷേ പിറ്റേ ദിവസം എനിക്ക് ഓഫീസിൽ പോകേണ്ടി വരും. എങ്കിൽ
എങ്കിലും ഞാൻ ഭാര്യയോട് പറഞ്ഞിരിക്കുന്നത് എനിക്ക് നൈറ്റ് ഡ്യൂട്ടി വരുന്ന സമയത്ത് പകലും വർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ടെന്ന്. അവൾക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ട്. എന്താണ് അങ്ങനെയൊന്നും കണ്ടിട്ടില്ലല്ലോ എന്നൊക്കെ ചോദിക്കും. എങ്കിലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. ചേച്ചി എന്നോട് പറഞ്ഞത് ഒരു ദിവസം പോലും മുടക്കരുത്, മുടക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ സ്വഭാവം മാറും. അപ്പോൾ ഞാൻ മുന്നും പിന്നും നോക്കില്ല, അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടും എല്ലാം ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് എനിക്ക് സ്ട്രെസ് തരികയാണ്. ഈ ബന്ധങ്ങൾ കോംപ്ലിക്കേറ്റഡ് ആണെന്ന് എനിക്ക് ചെറുതായിട്ടറിയാം, പക്ഷേ ഇത്രയും സ്ട്രെസ് ഉള്ളതാണെന്ന് എനിക്കറിയില്ലായിരുന്നു മാഡം. പണ്ട് തൊട്ടേ എൻ്റെ അമ്മ എല്ലാം കണ്ടില്ല കേട്ടില്ല എന്നടിക്കുന്ന ടൈപ്പാണ്. അമ്മ ഇതൊക്കെ വളരെ കൂളായിട്ടാണ് എടുക്കുന്നത്. എന്ത് ബന്ധം എനിക്കുണ്ടെങ്കിലും അമ്മയ്ക്ക് പ്രശ്നമില്ലെന്ന് തോന്നുന്നു. പക്ഷേ എൻ്റെ ഭാര്യ അങ്ങനെയല്ലല്ലോ. അതൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് ഇത്തിരി പേടി തോന്നുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. തീർച്ചയായിട്ടും പേടിക്കണം. കാര്യം സ്വന്തം ഭാര്യ ഇതേപോലെ ഭർത്താവിനെ മറ്റൊരു സ്ത്രീക്കൊപ്പം കാണാൻ ആഗ്രഹിക്കാത്തൊരു ടൈപ്പാണ്, അല്ലെങ്കിൽ കണ്ടു കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ടൈപ്പാണ്. പിന്നെ മുറപ്പെണ്ണുമാണ്, വീട്ടിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. ഒരിക്കലും മറ്റൊരു ബന്ധം വിവാഹം കഴിഞ്ഞിട്ട് നിലനിൽക്കുമ്പോൾ സ്മൂത്തായി ഇത് പോകും നമ്മൾ വിശ്വസിക്കരുത്. അത് എപ്പോഴും പ്രശ്നത്തിലായിരിക്കും കലാശിക്കുക. പിന്നെ ഈ പറഞ്ഞ സ്ത്രീ നിന്നെ എല്ലാ രീതിയിലും പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. ഭാര്യയോട് സ്നേഹിക്കണം, ഭാര്യ കൂടെ വേണം എന്നൊക്കെ പറഞ്ഞ് കുറച്ച് അറിവുകളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് എങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ പോലും അവരുടെ കാര്യങ്ങൾ നടക്കാതിരുന്നു കഴിഞ്ഞാൽ അപ്പോൾ ഭാവം മാറുമെന്നുള്ള ഭീഷണിയുമുണ്ട്. ഇതെപ്പോഴും ഡെമോക്രസിൻ്റെ വാള് പോലെ അവിടെ ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ ഓർക്കുക, എപ്പോഴും വിവാഹത്തിന് ശേഷം ഉണ്ടാകുന്ന അല്ലെങ്കിൽ തുടർന്നു പോകുന്ന മറ്റൊരു ബന്ധം അത് ഭയങ്കരമായ കോംപ്ലിക്കേഷൻസുകൾ ഉണ്ടാക്കും. അതേപോലെ തന്നെ അത് നിലനിർത്തിക്കൊണ്ട് പോകാനും ഇത്തിരി പ്രയാസമാണ്. എവിടെ നിന്നാണ് എങ്ങനെയാണ് പ്രശ്നങ്ങൾ വരുന്നതെന്ന് അറിയില്ല. ഒരു ഞാണിന്മേൽ കളി പോലെയാണ്. അപ്പം അത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് സിറ്റുവേഷൻസിൻ്റെയും അതുപോലെ ബുദ്ധിയുടെയും ഒക്കെ ഒരു മിടുക്കാണ്. ആ മിടുക്ക് എല്ലായ്പ്പോഴും ഫലിക്കണമെന്നുമില്ല. അതുകൊണ്ട് ഒന്നുകിൽ അവരോട് കാര്യം പറഞ്ഞ് മനസ്സിലാക്കുക, എനിക്ക് ഈ സ്ട്രെസ് ഒന്നും താങ്ങാൻ വയ്യ, ഈ ബന്ധത്തിൽ ഞാനില്ല ചേച്ചി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ ഏതെങ്കിലും മേറ്റിൽ പുറങ്ങളിലേക്ക് കയറിപ്പോകൂ, എനിക്ക് എൻ്റെ ഭാര്യ ആ രീതിയിലേക്ക് പോകാൻ എന്നെ അനുവദിക്കുമെന്ന് പറഞ്ഞു നോക്കാം. ഇനി അതല്ലെങ്കിൽ രണ്ട് ബന്ധങ്ങളും ആരും അറിയാതെ മാനേജ് ചെയ്യേണ്ടി വരും. ആ സമയത്ത് റിസ്ക് ഉണ്ട്. ആ റിസ്ക് ചിലപ്പോൾ പ്രശ്നങ്ങളായേക്കാം, അല്ലെങ്കിൽ സ്മൂത്തായിട്ട് പോയേക്കാം. രണ്ടാണെങ്കിലും ഒരുപോലെ സ്വീകരിക്കാം എന്നുള്ള ധൈര്യമില്ലാതെ ഇത്തരം ഒരു ബന്ധത്തിന് ഇറങ്ങിത്തിരിക്കരുത്. ധൈര്യം ഉണ്ടെങ്കിൽ എന്തുമാകാം, വരുന്നിടത്ത് വെച്ച് കാണാന്നേ എന്നുള്ള മനോഭാവം മാത്രമേ ഇവിടെ വർക്കൗട്ടാകൂ. അല്ലാതുള്ള കാര്യങ്ങളൊന്നും വർക്കൗട്ടാകുമോ എന്ന് എനിക്കറിയില്ല.